أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا يسأم الإنسان من دعاء الخير وإن مسه الشر فيئوس قنوط. ولئن أذقناه رحمة منا من بعد ضراء مسته ليقولن هذا لي وما أظن الساعة قائمة ولئن رجعت إلى ربي عنده للحسنى فلننبئن الذين كفروا بما عملوا ولنذيقنهم من عذاب غليظ. وإذا أنعمنا على الإنسان أعرض ونأى بجانبه وإذا مسه الشر فذو دعاء عريض. قل أرأيتم إن كان من عند الله ثم كفرتم به من أضل ممن هو في شقاق بعيد. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1677 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 41-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫുസ്സിലത്തിൻ്റെ പഠന പൂർത്തീകരണത്തെ തുടർന്നുള്ള 2-ാം ദിവസ ചർച്ചയാണിന്ന്. ചർച്ചക്കാരൻ കുറിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا يسأم الإنسان من دعاء الخير وإن مسه الشر فيئوس قنوط. ولئن أذقناه رحمة منا من بعد ضراء مسته ليقولن هذا لي وما أظن الساعة قائمة ولئن رجعت إلى ربي إن لي عنده للحسنى فلننبئن الذين كفروا بما عملوا ولنذيقنهم من عذاب غليظ. وإذا أنعمنا على الإنسان أعرض ونأى بجانبه وإذا مسه الشر فذو دعاء عريض. قل أرأيتم إن كان من عند الله ثم كفرتم به من أضل ممن هو في شقاق بعيد. صدق الله العلي العظيم. സൂറത്ത് ഫുസ്സിലത്തിലെ 49 മുതൽ 52 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഫുസ്സിലത്തിന്റെ പഠനം നമ്മൾ ഒരു ദിവസം മുമ്പ് പൂർത്തിയാക്കുകയുണ്ടായി. അതിനെ തുടർന്ന് സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ കേൾക്കുകയും അതിനുള്ള പ്രതികരണങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുകയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം. ഇന്നലെ കൈകാര്യം ചെയ്ത അത്രത്തോളം ചോദ്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തോടെ ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒരു മനുഷ്യനെ സൃഷ്ടിക്കുക എന്നാൽ ആ ശരീരത്തിലെ അസംഖ്യം സംവിധാനങ്ങൾ നിർമ്മിക്കുക, അതിനെ സംയോജിപ്പിക്കുക എന്നൊക്കെയാണ്. കുൻ എന്ന വാക്കിൽ ഈ വിശദാംശങ്ങൾ വരുന്നില്ല. അതായത് കുൻ എന്ന് മാത്രം പറഞ്ഞാൽ സൃഷ്ടിപ്പ് നടക്കുകയില്ല. അല്ലെങ്കിൽ കുൻ എന്ന ഉത്തരവ് കേട്ട് ഒരു കോംപ്ലക്സ് ആയ വസ്തു സൃഷ്ടിക്കാൻ പര്യാപ്തനായ ഒരാൾ അത് ചെയ്യണം. സ്വമേധയാ ഉണ്ടായി വരണമെങ്കിൽ
ആ സൃഷ്ടി തന്നെ സ്വയം സൃഷ്ടിക്കാൻ പര്യാപ്തനാവണം. അങ്ങനെ നോക്കുമ്പോൾ ഈ കോംപ്ലക്സ് ആയ സൃഷ്ടി നടത്തുന്ന അള്ളാഹുവിന്റെ പങ്കാളിയായ ഒരു ദൈവം ഉണ്ടാവണം. ഇതെല്ലാം അള്ളാഹു എന്ന ഏക സൃഷ്ടാവ് എന്ന ആശയത്തെ തകർത്തു കളയും എന്നാണ് ഈ കുറിപ്പെഴുതിയ ആള് നിരീക്ഷിക്കുന്നത്. അപ്പോ അള്ളാഹുവിന്റെ ഏകത്വം, സൃഷ്ടാവായ അള്ളാഹുവിന്റെ ഏകത്വമാണ് ഇദ്ദേഹം ഇവിടെ തള്ളിക്കളയുന്നത്. അള്ളാഹു കുൻ എന്ന് പറഞ്ഞതുകൊണ്ട് സകല വിശദാംശങ്ങളോടും കൂടി അത് നടപ്പിലാവുകയില്ല. അത് നടപ്പിലാക്കാൻ മറ്റൊരാൾ വേണം, അല്ലെങ്കിൽ സ്വയം ഉണ്ടാവണം എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. അപ്പോ ഇതില് എല്ലാം അറിയുന്ന ആളെ പോലെയാണ് കാര്യങ്ങൾ പറയുന്നത്. അതിലൊരു പ്രശ്നം അടങ്ങിയിട്ടുണ്ട്. അള്ളാഹു കുൻ എന്ന് പറയുന്നത് അതിന്റെ വിശദാംശങ്ങളൊന്നും ഇവിടെ നൽകിയിട്ടില്ല. അള്ളാഹുവിന്റെ ഒരു ഇറാദത്തിന്റെ ഫലമായിട്ടാണ് ഏത് സൃഷ്ടിപ്പും, അള്ളാഹുവിന്റെ ഒരു മശീഅത്തിന്റെ ഫലമായിട്ടാണ് ഏത് സൃഷ്ടിപ്പും നിർവഹിക്കപ്പെടുന്നത് എന്ന കാര്യം ഇന്നലെ ഞാൻ വ്യക്തമാക്കുകയുണ്ടായി. അപ്പൊ അള്ളാഹു കുൻ എന്ന് പറയുന്നത് താൻ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഗതി ഏത് വിധത്തിലുള്ളത്, എപ്പോ, എങ്ങനെ, എന്ത് വർണ്ണത്തില്, എത്ര ആയുസുള്ള വിധത്തില്, എന്തെല്ലാം പ്രത്യേകതകളുള്ള വിധത്തില് എന്നതൊക്കെ അടങ്ങിയിട്ടുള്ള അള്ളാഹുവിന്റെ ഇറാദത്ത്, അല്ലെങ്കിൽ അതൊക്കെ അടങ്ങിയിട്ടുള്ള അള്ളാഹുവിന്റെ മശീഅത്തിനാണ് ഈ കുൻ എന്ന് പറയുക എന്ന് പറയുന്നത്. അങ്ങനെ ഇല്ലെങ്കിൽ സൃഷ്ടിപ്പിന് തന്നെ ഒരർത്ഥമില്ല. കാരണം അത് നിർവഹിക്കുന്നത് അള്ളാഹു അല്ല എന്ന് വരും. അപ്പൊ ഇവിടെ ഖുർആന്റെ ആയാത്തുകൾ വായിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നതിൽ പറ്റുന്ന മൗലികമായ ഒരു അബദ്ധമാണ് ഇദ്ദേഹവും ഉയർത്തി കാണിക്കുന്നത്. യഥാർത്ഥത്തില് അള്ളാഹു ഒരു സംഗതി ഉണ്ടാകണം എന്ന അവന്റെ ഇച്ഛയുണ്ടായി കഴിഞ്ഞാൽ അത് ആ നിർദ്ദേശം നൽകപ്പെടുക മാത്രമേ വേണ്ടതുള്ളൂ, അത് രൂപപ്പെട്ടു വരും. ഇതാണ് അവന്റെ സൃഷ്ടി പ്രക്രിയയുടെ രീതി തന്നെ. അതിന് പിന്നെ ഇടപെട്ട് ആ കാര്യം നടപ്പിലാക്കാൻ ഒരു ദൈവം വേറെ എന്ന് സങ്കല്പിക്കുന്നത് തന്നെ അങ്ങേയറ്റം മൂഢമായ ഒരു കാര്യമാണ്. കാരണം ദിവ്യത്വം എന്നത് ഒരു അധികാരമാണ്. അധികാരമുള്ളിടത്തൊക്കെ തന്നെ അധികാരം പങ്കുവെക്കുന്നവർക്കിടയിൽ വടംവലി ഉണ്ടാവും. അതിൽ യാതൊരു സംശയവുമില്ല. അത് മനുഷ്യന്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോ സൃഷ്ടികർമ്മം നടത്താൻ കഴിവുള്ള ഒരു ദൈവം മറ്റൊരാളായിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കൽപ്പന പുറപ്പെടുവിക്കാൻ എന്തിനൊരു ദൈവം എന്ന സ്വാഭാവികമായ ഒരു ചോദ്യം വരും. അപ്പോ തന്റെ നിയന്ത്രണത്തിലുള്ള മറ്റൊരു സൃഷ്ടാവായ ദൈവമാണ് ഇത് സൃഷ്ടിക്കുന്നത് എന്നതാണെങ്കിൽ എന്നാ പിന്നെ എന്തിനാണ് അങ്ങനെ മറ്റൊരു സൃഷ്ടികർമ്മം നടത്താനായിട്ടൊരു ദൈവം ആവശ്യം? ദൈവത്തിന് ഒരേ സമയത്ത് അസംഖ്യം കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയും എന്നതുകൊണ്ട് തന്നെ ഉണ്ടാവുക എന്ന കൽപ്പന കൊടുക്കുന്ന മാത്രയിൽ തന്നെ അത് ഉണ്ടാക്കുന്ന പണിയും ചെയ്യാം. അതുകൊണ്ട് അങ്ങനെയൊക്കെ കഴിവുണ്ടാകുമ്പോഴാണ് ആ ഒരു ശക്തിയെ നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്. കേവലമായ ഒരു കമ്പ്യൂട്ടറിന്റെ സിസ്റ്റത്തിലെ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നത് പോലെയുള്ള ഒരു പണിയാണല്ലോ ചെയ്യുന്നത് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. അങ്ങനെയല്ല. അള്ളാഹുവിന് താൻ സൃഷ്ടിക്കാൻ പോകുന്നതിനെ കുറിച്ച് വളരെ സൂക്ഷ്മമായ ധാരണ സൃഷ്ടിപ്പിന്റെ മുമ്പ് തന്നെ ഉണ്ട്. അവന്റെ അറിവിൽ അത് അവന്റെ അസ്തിത്വത്തിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് താൻ സൃഷ്ടിക്കുന്ന ഒരു സൃഷ്ടിയുടെ ശരീരഘടന എങ്ങനെയാവണം, അതിന്റെ പ്രത്യക്ഷ രൂപം എന്തായിരിക്കണം, അതിന്റെ വർണ്ണം എന്തായിരിക്കണം, അതിന്റെ ദഹന പ്രക്രിയ എങ്ങനെ ആയിരിക്കണം, രക്തചംക്രമണ വ്യവസ്ഥ എങ്ങനെ ആയിരിക്കണം, അതിന്റെ പ്രജനന വ്യവസ്ഥ എങ്ങനെ ആയിരിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവന് സൂക്ഷ്മമായി നേരത്തെ അറിയാം. എന്നല്ല അവന്റെ തുടർച്ചയായിട്ട് ആ ജനറ്റിക് പ്രോസസ്സിലൂടെ പിന്നെ തലമുറകളോളം അതിലൂടെ പിറവിയെടുക്കാനിരിക്കുന്ന ജീവൻ പ്രാപിക്കാനിരിക്കുന്ന രൂപപ്പെട്ടു വരാനിരിക്കുന്ന സകല സംഗതികളെ കുറിച്ചും അവനറിയാം. ഇങ്ങനെ അറിവുള്ള, ഇതിന് സാധ്യതയുള്ള, കഴിവുള്ള ഒരുവനാകുമ്പോൾ മാത്രമാണ് അവൻ ദൈവമാവുന്നത് ഇസ്ലാമിന്റെ സങ്കല്പത്തില്. വികലമായ ചില ദൈവസങ്കല്പങ്ങൾ കൊണ്ട് നടക്കുന്ന ചില സമൂഹങ്ങളുണ്ട്. അവരുടെ കാര്യത്തില് ഓരോന്നിനും ഓരോ ദൈവം വേറെ വേറെ ഉണ്ടായി എന്ന് വരും. അത് അവരുടെ ഒരു സങ്കല്പം മാത്രമാണ് എന്നതിനാലാണ് അത് സാധ്യമാവുന്നത്.
ഒരു യാഥാർത്ഥ്യമായിട്ട് അതിനെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പം തീർത്തും അത്തരം ധാരണകളിൽ നിന്നൊക്കെ പൂർണ്ണമായും വ്യത്യസ്തമായതാണ്. സ്വയം ഉണ്ടായി വരിക എന്നതും സംഭവ്യമല്ല. കാരണം അതിന് ഒരു ഇനീഷ്യേഷൻ എന്നൊരു സംഗതി ഇല്ലാതെ ഒരു സംഗതിയും പ്രവർത്തനക്ഷമമാവുകയില്ല എന്ന ഒരു കാര്യം ശാസ്ത്രീയമായി തന്നെ നമുക്ക് ബോധ്യപ്പെടേണ്ട ഒരു സംഗതിയാണ്. ആരെങ്കിലും ഒന്ന് ഇനീഷ്യേറ്റ് ചെയ്താലേ, ഒരു കാറ്റുണ്ടാവുന്നുണ്ടെങ്കിൽ അതിനൊരു ഫോഴ്സ് അതിന്റെ മുമ്പ് ഇനീഷ്യേറ്റ് ചെയ്തുകൊണ്ട് അത് അപ്ലൈ ചെയ്യണം. അപ്പോഴേ അതൊരു കാറ്റായി രൂപാന്തരപ്പെടുകയും അതിന്റെ ഫലങ്ങളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. അതുപോലെയാണ് എല്ലാ സംഗതികളും തന്നെ. അതിന്റെ പിന്നില് ഒരു ആദി കാരണമായിട്ട് ഒരു കൽപ്പന പുറപ്പെടുവിക്കലോ ഒരു നിർദ്ദേശം നൽകപ്പെടലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു സംഗതി ഇല്ലാതെ ഒന്നിനും ഒരു തുടക്കം ഉണ്ടാവില്ല. അതുകൊണ്ട് താനെ ഉണ്ടാവുക എന്നൊരു സംഗതി ഇല്ല. ദൈവികമായ ഇച്ഛപ്രകാരം, ദൈവികമായ കൽപ്പന പ്രകാരമാണ് ഉണ്ടാവുന്നത്. അതിന്റെ സകല തലങ്ങളും ആ ഇറാദത്തിന്റെ ഭാഗമായി, അള്ളാഹുവിന്റെ ഇച്ഛയുടെയും ഉദ്ദേശ്യത്തിന്റെയും ഭാഗമായിട്ട് തന്നെ രൂപപ്പെട്ടു വന്നിട്ടുണ്ടാകും. അത് പൂർണ്ണമായി രൂപകൽപ്പന ചെയ്യപ്പെടുന്നത് തന്നെ ആ ദൈവികമായ കൽപ്പനയുടെയും ഇച്ഛയുടെയും ഭാഗമായിട്ടാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളതല്ലാത്ത ഒരു ദൈവസങ്കല്പം ഇസ്ലാമിലില്ല. ഇനി നിങ്ങളുടെ അന്വേഷണത്തിന് വിടുകയാണ് ബാക്കി. മറ്റൊരു ചോദ്യം, സ്വമേധയാ ഉണ്ടായി വരിക എന്നത് ശരിയാണ് എങ്കിൽ അത് തെളിയിക്കുന്നത് സ്വയം ഒരു സൃഷ്ടാവ് ആണ് എന്നാണ്. പ്രപഞ്ചം സൃഷ്ടിയാണ് എന്ന വാദം ഇവിടെ തകരുകയല്ലേ എന്നാണ്. സ്വയം ഉണ്ടാവുക എന്നൊരു സംഗതി ഇല്ല. അത് നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം താനെ ഉണ്ടായതാണ് എന്ന വാദം ഇവിടെ നിലനിൽക്കുന്നില്ല. അത് പ്രപഞ്ച സൃഷ്ടിയാണ് എന്ന ആ ആശയം അതുകൊണ്ട് തന്നെ തകരുന്നില്ല. കാരണം ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്, ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് പ്രപഞ്ചത്തെ ദൈവം അവന്റെ ഇച്ഛയും കൽപ്പനയും ഒക്കെ പ്രകാരം സൃഷ്ടിച്ചു എന്നതാണ്. അതുകൊണ്ട് താനെ ഉണ്ടായതാണ് എന്നൊരു സങ്കല്പം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ പ്രപഞ്ച സൃഷ്ടിയാണ് എന്നൊരു സങ്കല്പം തകർന്നു പോകേണ്ട കാര്യമില്ല. മറ്റൊരു ചോദ്യം, അള്ളാഹുവിന് വിധേയപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് എന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഒന്നാമതായി അതൊരു സംഘത്തിലേക്ക് ചേരലാണ് എന്നതാണ്. ഈശ്വരനുമായുള്ള ബന്ധം നേരിട്ടാണ് എന്നിരിക്കെ എന്തിനാണ് സംഘം? ഇവിടെ കിട്ടുന്ന സൂചന മനുഷ്യരെ ദൈവത്തിന്റെ പേര് പറഞ്ഞ് സംഘടിപ്പിച്ച് ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആണ് ഈ വാക്യങ്ങളെല്ലാം വരുന്നത് എന്നാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ദൈവസങ്കല്പത്തിന്റെ ഒരു വൈകല്യമാണ്, അല്ലെങ്കിൽ അത് എത്രത്തോളം വികലമാണ് എന്നതാണ് ഈ ചോദ്യവും ഈ പ്രതികരണവും ഒക്കെ വെളിപ്പെടുത്തുന്ന സംഗതി. അള്ളാഹുവിന് വിധേയപ്പെടുക എന്നത് ഒരു സംഘത്തിന്റെ ഭാഗമാവലാണ് എന്നതാണ് അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് അനുമാനിക്കുന്നത്. തീർച്ചയായിട്ടും ഇസ്ലാം ഒരു വ്യക്തിയുടെ ഏതെങ്കിലും സ്വകാര്യതയിൽ ഇരുന്ന് ദൈവത്തെ പ്രാപിക്കാനുള്ള, ദൈവത്തെ ധ്യാനിക്കുന്ന ഒരു പരിപാടിയല്ല. സ്വകാര്യതൊക്കെ അതിന്റെ ഭാഗമാണ് എന്നേ ഉള്ളൂ. അതൊരു കൂട്ടായ്മ തന്നെയാണ്. അതിന് സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക, പൊതുജീവിത ബന്ധങ്ങളുള്ള വിധത്തിൽ മാത്രമാണ് അത് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് കേവലമായ ഒരു വ്യക്തിയുടെ ആധ്യാത്മികമായ ചില എക്സസൈസസ്, ചില വ്യായാമങ്ങൾക്കല്ല ഇസ്ലാം എന്ന് പറയാം. അത് വ്യക്തി ജീവിതമുണ്ട്, കുടുംബജീവിതമുണ്ട്, സാമൂഹ്യ ജീവിതമുണ്ട്, സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളുണ്ട്, രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ഇങ്ങനെ എല്ലാം ചേർന്ന് വരുന്ന ഒരു സമ്പൂർണമായ ജീവിതത്തിനു വേണ്ടിയുള്ള മാർഗദർശനമാണ് ഇസ്ലാം. അതുകൊണ്ട് അത് ഏതെങ്കിലും വ്യക്തിയും അവന്റെ സ്രഷ്ടാവായ ദൈവവും തമ്മിലുള്ള ഒരു ഇടപാടാണ് എന്നതല്ല. ഇസ്ലാമിന്റെ ഏത് കാര്യം എടുത്തു നോക്കൂ, അത് സാമൂഹ്യമായിട്ട് നിർവഹിക്കപ്പെടുന്ന ഒരു തലം അതിന് തീർച്ചയായിട്ടും ഉണ്ടാകും. ജക്കാത്ത്, സദഖ പോലുള്ളത് മാത്രമല്ല, നമസ്കാരം അത് ഒരു വ്യക്തി തനിച്ച് ചെയ്യുന്നതല്ല, കൂട്ടായി നിസ്കരിക്കുന്ന, നിർവഹിക്കുന്ന ഒരു ആരാധനയാണ്. അതുപോലെ ഹജ്ജും ഉംറയും ഇതിലൊക്കെ തന്നെ കൂട്ടായ്മയുടെ തലങ്ങൾ കാണാൻ കഴിയും. വ്രതാനുഷ്ഠാനം തനിച്ച് നിർവഹിക്കുന്നതാണെങ്കിൽ പോലും അതിലും കൂട്ടായ്മയുടെ തലങ്ങൾ ധാരാളം ഉണ്ട് എന്നത് ആണ് വസ്തുത. അപ്പോ നിങ്ങൾ മനസ്സ് സങ്കല്പിക്കുന്ന പോലെ ഒരു വ്യക്തി സ്വകാര്യതയിൽ അവന്റെ ദൈവവുമായി ധ്യാനിച്ചിരിക്കുന്ന ഒരു കാര്യത്തിനല്ല
ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ ജീവിത ദർശനത്തില് മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മേഖലയും ഒഴിച്ചു നിർത്തപ്പെട്ടിട്ടില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് ഒരു സംഘം തീർച്ചയായിട്ടും ആവശ്യമാണ്. ഒരു സംഘത്തിന്റെ ഭാഗമായി തന്നെയാണ് ഉണ്ടാവുക. അത് ഒരു സാമൂഹ്യ വ്യവസ്ഥയായി മാറും, അതൊരു രാഷ്ട്രമായി മാറും, അതൊരു ആഗോള മനുഷ്യ സമൂഹ വ്യവസ്ഥയായിട്ടൊക്കെ മാറും. അങ്ങനെയുള്ള ലക്ഷ്യങ്ങളും അതിനുണ്ടാവും. അതില്ലാത്ത കേവലം നമ്മുടെ ചില സമൂഹങ്ങൾ വെച്ച് പുലർത്തുന്ന വിധത്തിലുള്ള ആധ്യാത്മികതയുടെ ഒരു മതമല്ല ഇസ്ലാം. കേവലം ആധ്യാത്മികത എന്നതല്ല. ഇനി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, കൂടുതൽ വിശദാംശങ്ങളൊന്നും ആവശ്യമില്ല, പലപ്പോഴായിട്ട് അതൊക്കെ വിവരിച്ചിട്ടുള്ളതാണ്. മറ്റൊന്ന്, ഇത് മക്കി സൂറത്തല്ലേ? തിന്മക്കെതിരെ നന്മ എന്നൊക്കെ പറയുന്നതിൽ നിന്ന് അതാണ് തോന്നുന്നത്. മക്കി സൂറത്താണ് എന്ന് തുടക്കത്തിൽ തന്നെ ഞാൻ വ്യക്താക്കിയിട്ടുള്ളതാണ്. അങ്ങനെ ഒരു ആശയക്കുഴപ്പമൊന്നുമില്ല. പിൽക്കാലത്ത് സമാധാനമായി ജീവിക്കുന്ന ഗോത്രങ്ങളെ ആക്രമിച്ച് സ്വത്ത് കൊള്ളയടിക്കുകയും സ്ത്രീകളെയും കുട്ടികളെയും വീതം വെച്ച് ഉപയോഗിക്കുകയും ചെയ്തത് ഈ ആഹ്വാനത്തിന് ഘടകവിരുദ്ധമല്ലേ എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. മക്കി സൂറത്ത് ആയതുകൊണ്ടാണ് ഇതിലെ നന്മ, തിന്മക്ക് പകരം നന്മ എന്ന് പറയുന്നത്. മദീനയിൽ എത്തിയതിന് ശേഷം പിന്നെ തിന്മക്ക് പകരം അതിനേക്കാൾ വലിയ തിന്മ കൊടുക്കലാണ്, അല്ലെങ്കിൽ സമൂഹങ്ങളെ കടന്നാക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും തത്വദീക്ഷയില്ലാത്ത വിധത്തിൽ അവരുടെ സ്വത്ത് കൊള്ളയടിക്കുകയും അവരെ പെണ്ണുങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്യലൊക്കെയാണ് ഇസ്ലാം എന്നാണ് ഇദ്ദേഹം സിദ്ധാന്തിക്കുന്നത്. ഇതിനോട് ഞാൻ അങ്ങനെ പറയത്തക്ക വിധത്തിലൊന്നും പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇത് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശപൂർവം ശേഖരിച്ചു വെച്ചിട്ടുള്ള ഇസ്ലാമിനെ കുറിച്ച പൂർണ്ണമായ അന്ധത പരത്തുന്ന വിധത്തിലുള്ള ചില ധാരണകളാണ്. ഇത് ഇസ്ലാം അല്ല. അത് നിങ്ങളെ മനസ്സിൽ ആരോ കുത്തി നിറച്ചതോ നിങ്ങൾ തന്നെ കുത്തി നിറച്ചതോ ആയ തെറ്റായ ആശയങ്ങളാണ്. ഇസ്ലാം ഇതൊന്നുമല്ല. ഇസ്ലാം എന്താണ് എന്നത് നിങ്ങൾ സ്വതന്ത്രമായി പഠിച്ചു നോക്കൂ, അപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെടും. മക്കയിലും തുടർന്ന് മദീനയിലും ഒക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഖേന ജനങ്ങൾക്ക് അടുത്ത് മനസ്സിലാക്കാൻ സാധിച്ച ഇസ്ലാം എന്ന് പറയുന്നത് അതിന്റെ ഔട്ട് ആൻഡ് ഔട്ട് നന്മയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പോരാട്ടവും ഏറ്റുമുട്ടലും സംഘടനവും ഒക്കെ ഇസ്ലാമിൽ ഉണ്ടാകും. അതൊക്കെ ആ പ്രക്രിയയുടെ ഭാഗമായിട്ട് വരുന്നു എന്നതല്ലാതെ അതൊരിക്കലും തന്നെ അക്രമപരമായിട്ട് ഏതെങ്കിലും സമൂഹത്തിന്റെ സ്വത്ത് പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ കൊള്ളയടിക്കാനോ ഒന്നും വേണ്ടിയുള്ള പദ്ധതികൾ എന്ന നിലക്കുള്ളതല്ല. അതൊക്കെ അങ്ങനെ താല്പര്യം കാണിക്കുന്ന ചില കക്ഷികളുടെ പ്രചാരണം മാത്രമാണ് എന്നത് നിങ്ങൾ സ്വതന്ത്രമായി കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ ബോധ്യപ്പെടും. ഞാൻ ആ വിഷയം വിടുകയാണ്. മറ്റൊരു ചോദ്യം, ഇവിടെ മദീനയിൽ എത്തിയ ശേഷം ആകെ പടയോട്ടങ്ങളും ഗോത്രങ്ങളെ പ്രതിരോധിച്ച് പട്ടിണിക്കിട്ട് ഗോത്രങ്ങളെ ഉപരോധിച്ചെന്നായിരിക്കണം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പട്ടിണിക്കിട്ട് ദുർബലപ്പെടുത്തി ആക്രമിക്കുകയും ഗുഹ്യഭാഗത്ത് രോമം മുളച്ച കുട്ടികളെ കൊല്ലുകയും ഒക്കെ ചെയ്തതായി ആണ് കാണുന്നത്. കച്ചവട സംഘങ്ങൾ ആക്രമിക്കുകയുണ്ടായി. ഇതിൽ എവിടെയാണ് നന്മയുള്ളത് എന്നതാണ് ഈ ചോദ്യം. ഇതിന്റെ തൊട്ടു മുമ്പ് ഉന്നയിക്കപ്പെട്ട ചോദ്യത്തിന്റെ തന്നെ ഭാഗമാണ്. അതിന് ഞാൻ പ്രതികരണം നൽകി കഴിഞ്ഞു. പിന്നെ ചരിത്രപരമായി നിങ്ങൾ ഇവിടെ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങള് ഒക്കെയും ഒറ്റവാക്കിൽ പറയാവുന്നത് അതൊക്കെയും കല്ല് വെച്ച നുണകളാണ് എന്ന് മാത്രമാണ്. ബാക്കിയുള്ളത് ഓരോ വിഷയം സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് ഞാൻ പ്രതികരിക്കാം. ഇത് പൊതുവായിട്ട് പറഞ്ഞ കാര്യമാണല്ലോ. പൊതുവായിട്ട് അങ്ങനെയല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇസ്ലാം ഉൾക്കൊള്ളാത്ത സമൂഹങ്ങളുടെ വിലയിരുത്തലിൽ പോലും ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഉത്തമനായ മനുഷ്യനായിട്ടാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അത് മുസ്ലിങ്ങൾ രേഖപ്പെടുത്തിയ കാര്യത്തിൽ സ്രോതസ്സുകളിൽ മാത്രമല്ല, ഇസ്ലാമേതര സമൂഹങ്ങളുടെ പ്രതിനിധികൾ ലോകത്തെ മനുഷ്യരായ പ്രമുഖരായ ആളുകളെ വിലയിരുത്തിക്കൊണ്ട് നടത്തിയ നിരീക്ഷണങ്ങളിൽ തന്നെ ഏറ്റവും ഉത്തമനായ മനുഷ്യനായിട്ട് അവര് കണ്ടെത്തുന്നത് ഈ അള്ളാഹുവിന്റെ അവസാന പ്രവാചകനാണ് എന്നത് തന്നെ ഇതിന് നിങ്ങൾക്ക് ആവശ്യമായ തെളിവാണ്. അപ്പോ കൂടുതൽ വിശദാംശങ്ങളും നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ചോദ്യം ഉന്നയിക്കുമ്പോൾ പറയാം. ഖുർആൻ, അടുത്ത ചോദ്യം, ഖുർആൻ എന്ത് ജീവൽഗന്ധിയായ ആശയമാണ് അവതരിപ്പിച്ചത്? ഒരു വ്യക്തിക്ക് ഖുറൈശി ഗോത്ര നേതൃത്വം കൈയടക്കാൻ സഹായിക്കുന്ന ആശയങ്ങൾ മാത്രമാണ് ഖുർആനിൽ കാണുന്നത്. ഇതിലെ
ജീവൽഗന്ധിയായ ഒരു ആശയം പ്രത്യേകമായി പറയാമോ എന്നതാണ്. ഇസ്ലാമിലെ അനന്തരാവകാശ നിയമം, ഇസ്ലാമിലെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമം, ഇസ്ലാമിലെ വ്യഭിചാരത്തിനുള്ള ശിക്ഷ, ഇസ്ലാമിലെ മാതാപിതാക്കളോട് കാണിക്കേണ്ട മര്യാദയെക്കുറിച്ചുള്ള നിർദ്ദേശം, ഇസ്ലാമിലെ അയൽവാസികളോട് കാണിക്കേണ്ട മര്യാദയെക്കുറിച്ചുള്ള നിർദ്ദേശം, ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. എന്നിട്ട് ഈ ചോദ്യം വീണ്ടും ഉന്നയിക്കും. ജീവൽഗന്ധിയായ നന്മ വല്ലതും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലേ എന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഈ ഉദാഹരണങ്ങളിൽപ്പെട്ട വിഷയങ്ങളിൽ ഒരു ചെറിയൊരു എക്സ്പ്ലോറേഷൻ നടത്തിയിട്ട് വേണ്ട. ഈ AI സപ്പോർട്ടുള്ള ജെമിനിയോട് ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് അതിനുള്ള ഉത്തരങ്ങൾ കിട്ടും. അതുകൊണ്ട് ഞാൻ അതവിടെ വിടുകയാണ്. മറ്റൊന്ന്, ഈ ഭയപ്പെടുത്തൽ അള്ളാഹുവിന്റെ വകയല്ല. ഗോത്രങ്ങളെ പിന്നിൽ അണിനിരത്താനും അവരെ കൊണ്ട് തനിക്ക് വേണ്ടി പണിയെടുപ്പിക്കാനും ഒരു സൂത്രശാലിയായ മനുഷ്യൻ നടത്തിയ ശ്രമങ്ങളാണ് എല്ലാം. അപ്പോ അതിൽ അറബി സാമ്രാജ്യത്വ താല്പര്യങ്ങൾ കൂടിക്കുഴഞ്ഞപ്പോൾ ഇതൊരു മതമായി വികലമായത് കൊണ്ടല്ലേ പലയിടത്തും പ്രചരിച്ച കോപ്പികൾ കൊണ്ടുവന്ന് നശിപ്പിച്ച് പുതിയ ഖുർആൻ ക്രോഡീകരിച്ച് നിർമ്മിച്ചത്. കൂടാതെ ദുർബലപ്പെടുത്തപ്പെട്ട ആയത്തുകൾ വേറെയും. അപ്പോ ഒരുപാട് വിഷയങ്ങൾ ഒന്നിച്ചാണ് ഇയാൾ ഉന്നയിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഗോത്ര തലവനാകാൻ ആഗ്രഹിച്ച് അല്ലെങ്കിൽ ആ ഗോത്രത്തിന്റെ പിന്തുണയും മറ്റു ഗോത്രങ്ങളുടെ പിന്തുണയൊക്കെ നേടി അറബി സാമ്രാജ്യത്വം ഉയർത്തിപ്പിടിക്കുകയായിരുന്നു എന്നാണ് ഇദ്ദേഹത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആരോപണം. ഈ ആരോപണം അങ്ങനെ വ്യാപകമായിട്ട് ആരും ഉന്നയിച്ച ഒരു ആരോപണമല്ല. യഥാർത്ഥത്തിൽ ഈ ക്രിസംഗി എന്നൊക്കെ പറയുന്ന വിഭാഗം ഉണ്ടല്ലോ, അതുപോലെയുള്ള നമ്മളൊരു സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള ചില പ്രതിഭാസങ്ങളുണ്ട്. ഇത്തരം ആളുകള് അവരുടെ ഗവേഷണ ശാലകളിൽ കുക്കപ്പ് ചെയ്തുണ്ടാക്കുന്ന ഓരോ ആരോപണങ്ങളാണിത്. ചരിത്ര വസ്തുതകളുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. സെബാസ്റ്റ്യൻ പുന്നക്കൽ പലപ്പോഴും പറയുന്ന കേൾക്കാം, ഈ അറബികളുടെ ഖുറൈശികളുടെ ഗോത്ര ദൈവമാണ് അള്ളാഹു എന്ന് പറഞ്ഞു. ഖുറൈശികൾ ഒരു ഗോത്രമായിരുന്നു, അവരുടെ ദൈവങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവും ഉണ്ടായിരുന്നു എന്നൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഖുറൈശികളുടെ ഒരു ഗോത്രദൈവമായിരുന്നില്ല അറബി ഭാഷയിൽ പണ്ടും ഇന്നും അള്ളാഹു. ഏകനായ പ്രപഞ്ച സൃഷ്ടാവായ പരമേശ്വരൻ എന്ന അർത്ഥത്തിലാണ് അള്ളാഹു എന്ന പദം അതിന്റെ ഉത്ഭവം മുതൽ തന്നെ ഉപയോഗിക്കപ്പെട്ടു വന്നിട്ടുള്ളത്. ഖുറൈശികളും മറ്റു പല സംഗതികളെയും വിഗ്രഹങ്ങൾ ഉൾപ്പെടെ, അതുപോലെ മരിച്ചുപോയ മഹാന്മാരുൾപ്പെടെയൊക്കെ അവരെയൊക്കെ ദൈവങ്ങളായി കണ്ടപ്പോ അവര് യഥാർത്ഥ ദൈവത്തെയും അവയുടെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു രീതിയാണ് അവർക്ക് ഉണ്ടായിരുന്നത്, ഇസ്ലാം പ്രവാചകൻ മുഖേന പഠിപ്പിക്കപ്പെടുന്നതിന് മുമ്പ്. പിന്നീട് അതിൽ മാറ്റം വന്നു. അവര് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന സമൂഹമായി മാറി. ബാക്കിയുള്ള ഈ സാമ്രാജ്യത്വം, കുഴലൂത്ത് പോലെയുള്ള സംഗതികളൊക്കെ നിങ്ങൾ ഒരുപാട് തവണയായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് അതവിടെ ഇരിക്കട്ടെ. മറ്റൊരു ചോദ്യം, എന്തൊരു വെറുപ്പാണ് പ്രസരിപ്പിക്കുന്നത്? ഇതൊക്കെ ഒരു പ്രപഞ്ച സൃഷ്ടാവ് പറഞ്ഞതാണ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല എന്നാണ്. വിശുദ്ധ ഖുർആനിലെ 49-50 ആയത്തുകൾ ചർച്ച ചെയ്ത സമയത്താണ് ഈ ചോദ്യം അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. ആ ആയത്തുകളാണ് ഞാൻ ഇന്ന് തുടക്കത്തിൽ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായത്. അതില് അങ്ങനെ വെറുപ്പ് പ്രസരിപ്പിക്കുന്ന, വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന യാതൊന്നും തന്നെ ഇല്ല. അതില് മനുഷ്യൻ ലായസ്അമുൽ ഇൻസാനു എന്ന് തുടങ്ങുന്ന ആ ഭാഗം ഉണ്ടല്ലോ, മനുഷ്യന് യാതൊരു മടിയും ഉണ്ടാവില്ല അവന്റെ പ്രതിസന്ധികളിൽ അള്ളാഹുവിനെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ. അതുപോലെ അവന് വലിയ സുഭിക്ഷതയൊക്കെ ഉണ്ടായാൽ ഗർവവും ധാർഷ്ട്യവും കാണിച്ച് നടക്കാൻ, അതിന് അനന്തര ഫലം ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അതൊക്കെ നിങ്ങളുടെ വ്യാജമായ ഓരോ സങ്കല്പങ്ങൾ മാത്രമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക എന്നൊക്കെ പറയുന്ന ഒരു കാര്യം. ഇസ്ലാം ഒരാൾക്കെതിരെയും വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നതാണ് വസ്തുത. ഇസ്ലാം അനുകമ്പയും സ്നേഹവും ആർദ്രതയുമാണ് പഠിപ്പിക്കുന്നത്. ഇസ്ലാമിനോട് കടുത്ത ദ്രോഹം ചെയ്ത ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കാര്യത്തിൽ പോലും അവര് അള്ളാഹുവിന് വഴിപ്പെടുന്ന, നന്മ ഉൾക്കൊള്ളുന്ന, സത്യം അംഗീകരിക്കുന്ന ആളുകളായി മാറാൻ
സന്നദ്ധരാവുകയാണെങ്കിൽ അവർക്ക് പോലും ഇസ്ലാം കരുണയുടെയും പശ്ചാത്താപത്തിന്റെയും ഒക്കെ വാതിലുകളാണ് തുറന്നു വെച്ചിരിക്കുന്നത് എന്നത് അത് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ ഇത്തരം വാക്കുകളൊന്നും ഒരു പ്രപഞ്ച സൃഷ്ടാവിൻ്റെതാവുകയില്ല എന്നാണ് ഈ ഇദ്ദേഹം പറയുന്നത്. ഖുറൈശികളുടെ ഗോത്ര ദൈവമായ അള്ളാഹുവിന്റെ പേരിൽ എന്തൊക്കെയോ പറയുകയാണ് എന്നാണ് ഇദ്ദേഹത്തിന്റെ നിരീക്ഷണം. അപ്പൊ ഇദ്ദേഹം ചില കാര്യങ്ങൾ മനസ്സിൽ കൃത്യമായി ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ തള്ളുകയാണ്, അത്രയേ ഉള്ളൂ. പ്രപഞ്ചം ആദി മധ്യാന്ത്യ വിഹീനമാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആൻഡ് എനർജിയിലൂടെ പ്രപഞ്ചത്തിന്റെ നാശരഹിതവും അനന്തവുമായ ശാശ്വതമായ അതിന്റെ നിലനിൽപ്പിനെ കുറിച്ചും ശാസ്ത്രീയ കണ്ടെത്തലിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ ഒന്നും ഒരു പരിവർത്തനത്തിനും വിധേയമാവുകയില്ല എന്ന് ശാസ്ത്രം പറഞ്ഞിട്ടില്ല. അത് നിങ്ങളുടെ ഒരു തെറ്റായ ധാരണയാണ്. കൺവേർട്ട് ചെയ്യപ്പെടുന്നു എന്നതാണ്, ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നു എന്നതാണ് ഇദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച ഫിസിക്സിലെ നിയമം മുന്നോട്ട് വെക്കുന്നത്. അത് തന്നെ അങ്ങനെ പ്രൂവണൊന്നുമല്ല. കൺവേർട്ട് ചെയ്യപ്പെടുന്നതിന് തന്നെയാണ് ഇസ്ലാമിക സിദ്ധാന്തങ്ങള് സാധ്യത നൽകുന്നത്. കാരണം മനുഷ്യൻ ഇപ്പം മരിച്ചാലും അവന് പൂർണ്ണമായിട്ട് നശിച്ചു പോവില്ല. അവന് പുനർജീവിപ്പിക്കപ്പെടുകയും ദൈവികമായ നിശ്ചയപ്രകാരം അവന് പല മാറ്റങ്ങളും ഉണ്ടാവുകയും ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. പൂർണ്ണമായിട്ട് ഇല്ലാതാവുന്ന ഒരു കാര്യമല്ല സൂചിപ്പിക്കുന്നത്. പ്രപഞ്ചവും അങ്ങനെ തന്നെയാണ്. പ്രപഞ്ചം നശിപ്പിക്കും, അള്ളാഹു നശിപ്പിച്ച് അതിനെ മറ്റൊരു രൂപത്തിലാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു ഭൂമി അള്ളാഹു പ്രത്യക്ഷീഭവിപ്പിക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുള്ള സൂചന. അതിന്റെ അർത്ഥം ഇപ്പോൾ ഉള്ളതിന് യാതൊരു കേടുപാടും ഇല്ലാതെ അനന്തമായി നിലനിൽക്കുന്ന എന്നല്ല. അത് ഒരു തെറ്റായ ധാരണയാണ്, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയമല്ല. അതുകൊണ്ട് ശാസ്ത്രവുമായിട്ട് എന്തെങ്കിലും ഈ വിഷയത്തിൽ ഒരു സംഘർഷമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ തെറ്റായി മനസ്സിലാക്കി വെച്ച ചില ആശയങ്ങളുമായിട്ട് ശാസ്ത്രത്തിന് സംഘർഷമൊക്കെ ഉണ്ടാവും. അത് നിങ്ങളുടെ ആശയങ്ങൾ തെറ്റാണ് എന്നത് തിരിച്ചറിയുകയും തിരുത്തുകയും ചെയ്യുക മാത്രമാണ് അതിന് പരിഹാരം. മറ്റൊന്ന്, തുടക്കമില്ലാത്തതും നാശരഹിതവുമായ പ്രപഞ്ചം തന്നെയല്ലേ ഈശ്വരനാകാൻ യോഗ്യതയുള്ള സംഗതി എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. അത് നാശമില്ലാത്ത, തുടക്കവും ഒടുക്കവും ഇല്ലാത്ത പ്രപഞ്ചം. അങ്ങനെ തുടക്കവും ഒടുക്കവും ഇല്ലാത്തതല്ല ആണ് പ്രപഞ്ചം എന്ന് ഒരുപക്ഷെ നിങ്ങളുടെ മാത്രം ഒരു സങ്കല്പമായിരിക്കും. ഖുർആൻ പറയുന്നത് പ്രപഞ്ചത്തിന് തുടക്കമുണ്ട്, അതിനൊരു ഒടുക്കമുണ്ട് എന്നാണ്. ശാസ്ത്രം പറയുന്നതും അങ്ങനെ തന്നെയാണ്. ശാസ്ത്രം പ്രപഞ്ചത്തിന്റെ ഒരു തുടക്കത്തെ കുറിച്ച് പല സിദ്ധാന്തങ്ങളും അനുമാനങ്ങളും ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രചാരം നേടിയിട്ടുള്ളത് ബിഗ് ബാങ് ആണ്. അതുപോലെ തന്നെ പ്രപഞ്ചത്തിന്റെ അന്ത്യം സംഭവിക്കുന്ന ഒരു ബിഗ് ക്രഞ്ച് ഉണ്ടാകും എന്നും ശാസ്ത്രം പറയുന്നുണ്ട്. അപ്പൊ ഇത് തുടക്കവും ഒടുക്കവും ഇല്ലാത്ത പ്രപഞ്ചം ആണ് എന്ന് സങ്കല്പിച്ചിട്ട് പിന്നെ ആ പ്രപഞ്ചം ദൈവമാണ്, ഈശ്വരനാണ് എന്ന് സങ്കല്പിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ തുടക്കമുണ്ട് ഒടുക്കമുണ്ട് എന്നതിനാൽ അത് ഈശ്വരനല്ല എന്ന് പറയാലോ. ഈ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നതും ശാസ്ത്രം വെളിപ്പെടുത്തുന്നതും ഒക്കെ ഇതേ കാര്യം തന്നെയാണ്. അപ്പൊ ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം കാണുന്നത് ഈ പ്രപഞ്ചത്തിൽ തന്നെയാണല്ലോ, അതുകൊണ്ട് ഈ പ്രപഞ്ചം തന്നെ അല്ലേ ദൈവം എന്നതാണ്. അങ്ങനെ ഈ പ്രപഞ്ചം തന്നെ അല്ല ദൈവം, ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചവനായവനാണ്, ആ ശക്തിയാണ് ദൈവം. മറ്റൊന്ന്, മനുഷ്യന് ഒരു സൃഷ്ടാവും ഇല്ല. മനുഷ്യൻ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾ റീസൈക്ലിംഗ് നടന്ന് രൂപവൽക്കരിക്കപ്പെടുകയാണ്. പിന്നീട് ആ ശരീരം വിഘടിച്ചു പോകുന്നു. വീണ്ടും ആ മൂലകങ്ങൾ മറ്റ് ജീവജാലങ്ങൾ രൂപവൽക്കരിക്കാൻ ഇടയാക്കുന്നു. ഇതെല്ലാം ഭൗതികമായി നടക്കുന്നു. പുനർജന്മങ്ങളാണ്. ഈ പ്രക്രിയ അനന്തമായി തുടരുന്നു. അതായത് ആരും പ്രത്യേകിച്ച് ഒരു ഇനീഷ്യേറ്റീവ് ഒന്നും എടുക്കാതെ ഒരു രൂപം മറ്റൊന്നായി അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് ഒരു മനുഷ്യരൂപം പ്രാപിക്കുന്നു. പിന്നെ അത് മരിച്ച് വിഘടിച്ച് മണ്ണിന്റെ ഭാഗമായി ചേരുന്നു. പിന്നീട് അത് രൂപപ്പെട്ട് കഴുതയോ അതുപോലെ ആടോ പശുവോ ഒക്കെ ആയി മാറുന്നു. അങ്ങനെ പുനർജന്മത്തിന്റെ പുതിയ പുതിയ സാധ്യതകൾ തെളിഞ്ഞു വരുന്നു. അതിനൊരു തുടക്കമില്ല, ഒരു ഒടുക്കമില്ല. അതല്ലേ ശരി എന്നാണ് ഇദ്ദേഹം ഉന്നയിക്കുന്ന ഒരു ചോദ്യമായിട്ട് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതല്ല ശരി എന്നതാണ് അതിനുള്ള ഒരു ഉത്തരം. കാരണം നിങ്ങൾക്ക് ഒരു 10,000 വർഷം ജീവിക്കാൻ അവസരം തന്നാൽ പോലും ഈ സങ്കല്പം സത്യമാണ് എന്നത് നിങ്ങൾക്ക്
ബോധ്യപ്പെടാൻ ഒരു തെളിവും ലഭിക്കുകയില്ല. കാരണം നിങ്ങൾ പൂർവിക ജന്മത്തിൽ എന്തോന്നായിരുന്നല്ലോ. ഇപ്പോ ഒരു മനുഷ്യന്റെ രൂപത്തിലാണ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷെ ഇത് ആദ്യത്തെ ജന്മം അല്ലെങ്കിൽ ആദ്യത്തെ രൂപം അല്ലല്ലോ അത്. നിങ്ങൾ വേറെ ഏതോ കാലത്ത് എത്രയോ രൂപങ്ങളിൽ ജീവിച്ചിട്ടുണ്ടാവണമല്ലോ. ഇനി ഈ മരണം മനുഷ്യന്റെ രൂപം നഷ്ടപ്പെട്ട് മറ്റൊന്നായി മാറാനും ഇരിക്കുകയാണല്ലോ. പക്ഷെ എന്തെങ്കിലും ധാരണ നിങ്ങൾക്കുണ്ടോ? കഴിഞ്ഞൊരു ജന്മത്തിൽ നിങ്ങൾ വേറെ വല്ലതും ആയിരുന്നു എന്ന്, അതിന്റെ മുമ്പത്തെ ജന്മത്തിൽ വേറെ വല്ലതും ആയിരുന്നു എന്ന് ഇതാര് എവിടെ നോക്കിയിട്ട് പറഞ്ഞു തരും? നിങ്ങൾക്ക് തന്നെ എങ്ങനെ ബോധ്യപ്പെടും? ഇത് വളരെ ഉദ്ദേശ്യപൂർവമുള്ള ചില ജാതി അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി മനുഷ്യന്റെ കുരുട്ടുബുദ്ധിയിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു ആശയമാണ് ഈ പുനർജന്മം എന്നത്. അത് വെച്ചുകൊണ്ട് കുറെ ആളുകളെ അടിമകളാക്കി വെക്കാമല്ലോ. ഇപ്പോ കീഴ്ജാതിക്കാരായിട്ട് മുദ്ര കുത്തി ചിലരെ അധമന്മാരായിട്ട് കാണാം. എന്നിട്ട് അവര് നിങ്ങൾക്ക് എതിരിൽ പ്രക്ഷോഭം നയിക്കാതിരിക്കാൻ വേണ്ടി അടുത്ത ജന്മത്തില് നീ ബ്രാഹ്മണനായിട്ട് ജനിച്ചോളും എന്ന് പറഞ്ഞുകൊണ്ട് പുണ്യം ചെയ്തുകൊണ്ടിരിക്കാൻ നിർദ്ദേശിക്കാം. ഇങ്ങനെ മനുഷ്യനെ അടിമകളാക്കി വെക്കാൻ, അവരെ പറഞ്ഞു പറ്റിക്കാൻ ഉപകരിക്കും എന്നതല്ലാതെ വേറെ പ്രയോജനം ഒന്നും ഇതിനില്ല. ഇതിന് പിൻബലമായിട്ട് യാതൊരു തെളിവും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുകയുമില്ല. ഇത് തീർത്തും വ്യാജമായ അടിസ്ഥാനരഹിതമായ കാര്യമാണ്. ഇത് നിങ്ങൾ സത്യമാണ് എന്ന് തർക്കിക്കുകയും വാദിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒരടിസ്ഥാനമില്ലാത്ത പലതിനെ കുറിച്ചും പലർക്കും വാദിക്കാൻ പറ്റും. പക്ഷെ അതൊരിക്കലും തെളിയിക്കപ്പെടാൻ പോകുന്ന കാര്യമല്ല. നിങ്ങൾക്ക് തന്നെ ഒരു 10,000 വർഷം ജീവിക്കാൻ അവസരം ഉണ്ടായാൽ പോലും അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോ സൂറത്തുൽ ഫസിലത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ പരിഗണിക്കുകയുണ്ടായി. അത് നമ്മൾ അതിനുള്ള പ്രതികരണം നൽകുകയും ചെയ്തു. ഇന്നത്തോടെ ഈ സൂറത്തുൽ ഫസിലത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം സൂറത്തു ശൂറയുടെ പഠനം ആരംഭിക്കും. വിശുദ്ധ ഖുർആനിലെ 42ാമത്തെ സൂറത്താണ് സൂറത്തു ശൂറ. അതിന്റെ പഠനം നാളെ തുടക്കമിടാം. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.